പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന ഖാദി ബോർഡ് മെയിൻ എക്സാമിന്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. രണ്ടാമത്തെ ജോഡിയാണ് തെറ്റായിട്ടുള്ളത്. നിവർത്തന പ്രക്ഷോഭം 1935 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. 1932 നിവർത്തന പ്രക്ഷോഭം. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിഷപ്പ് അലക്സിസ് ഡി മാനസിസ്. ബിഷപ്പ് അലക്സിസ് ഡി മാനസിസ് ആണ് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസിന്റെ അധ്യക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗസ്റ്റാപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളുടെ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം ശരി. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്, അതാണ് ശരിയായിട്ടുള്ളത്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോം ലൈൻ. ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഉത്തരാഖണ്ഡ് മുതൽ ടിബറ്റ് വരെയാണ് ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം, ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത്? ഓപ്ഷൻ ബി ആണ്, മുങ്കേഷ്പൂർ, ഡൽഹി. മുങ്കേഷ്പൂർ ഡൽഹിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത്. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ്. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയുടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. ഇത് രണ്ടുമാണ് കാഞ്ചൻജംഗയെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഡാം, സംസ്ഥാനം, നദി എന്നീ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അലമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ്. അതുപോലെ തന്നെ കർണാടക സംസ്ഥാനത്തിലാണ്. അലമാട്ടി ഡാം കർണാടക സംസ്ഥാനം, കൃഷ്ണ നദി. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ഈ ഓർഡറിനാണ് വരുന്നത്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തന്നിട്ടുള്ളതെല്ലാം ശരിയാണ്. RBI ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി. ഇത് 3ഉം ശരിയാണ്. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഈ ഓർഡറിലാണ് വരുന്നത്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്.
രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വളർച്ചാ ലക്ഷ്യം 5.6% എന്നതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണ്. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. ഇത് മൂന്നും ശരിയാണ്. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇത് രണ്ടും ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%. ഈ ഓർഡറിനാണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണ്. നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ അംഗമാണ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ഇത് മൂന്നും ശരിയാണ്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആദ്യം വി ഗിരി, രണ്ടാമത് ആർ വെങ്കട്ടരാമൻ, മൂന്നാമത് മുഹമ്മദ് ഹമീദ് അൻസാരി, അവസാനമായി ജഗദീപ് ധൻകർ. ഈ ഓർഡറിനാണ് ഉപരാഷ്ട്രപതിമാരുടെ കാലക്രമത്തിൽ വരുന്നത്. 1 വി ഗിരി, 2 ആർ വെങ്കട്ടരാമൻ, മൂന്നാമത് മുഹമ്മദ് ഹമീദ് അൻസാരി, നാലാമത് ജഗദീപ് ധൻകർ. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹാബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, പ്രൊഹിബിഷൻ നിരോധനം, കോ വാറന്റോ എന്ത് അധികാരത്തിൽ. ഇങ്ങനെയാണ് ശരിയായിട്ട് വരുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അണ്ണൻ ഖാനാക്കാരൻ ആയിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. സംസ്ഥാന സർവീസിൽ വരുന്നതാണ് വിൽപ്പന നികുതി. അഖിലേന്ത്യാ സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നവയാണ് ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ.
73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 1987 മുതൽ 1991 വരെയുള്ള കെ നയനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ അബ്ദുറബ്ബ്. അപ്പൊ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4ാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കി. ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിട്ടുള്ള എല്ലാം അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്, സ്വത്തവകാശം 300A വകുപ്പ്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മിനുസപേക്ഷയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണ്. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അക്ഷാസ്തി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. വാരിയല്ലുകൾ 21 അസ്ഥികളാണ്. അതാണ് ശരിയായിട്ടുള്ളത്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഫ്ലോറ. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നതാണ് വിജാഗിരി സന്ധി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ആൻസർ ഓപ്ഷൻ സി ആണ്. ലൈസോസോം. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. പ്രോത്രോംബിൻ, ത്രോംബിൻ, ഫൈബ്രിനോജൻ, ഫൈബ്രിൻ നാരുകൾ. ഇതാണ് ശരിയായി വരുന്ന ക്രമം. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. മാസ്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിലെ മധ്യബിന്ദു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പോൾ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത. ആൻസർ ഓപ്ഷൻ സി ആണ്. മാലിയബിലിറ്റി. സൗരയൂഥത്തിൽ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബുധൻ. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തലിനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രകാശം. P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മെർക്കുറി. ഐസോടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓസ്മോട്ടിക് മർദ്ദം. ഐസോടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും.
ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1 മുതൽ 2 ppm. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ലവണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മൈക്കിൾ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ് ബോക്സിംഗ്. ഫയദോർ ദയസ്തോവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തൃശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നർഗേസ് മൊഹമ്മദി ആണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് വേർഡ് പ്രോസസർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മാൻ. 2 KB എന്നത് എത്ര ബൈറ്റ് ആണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 2048 ബൈറ്റ്. അപ്പോൾ 2 KB എന്ന് പറയുന്നത് 2048 ബൈറ്റ് ആണ്. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് PSLV-C-57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അമിതാഭ് കാന്ത്. ബാലവേല നിരോധന നിഷ്കർഷിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 24. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ് 10 രൂപ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് പ്രസ്താവന 1, 2 ശരിയാണ്. ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഇത് രണ്ടും ശരിയാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ ഉൾപ്പെടുന്നതല്ല. അത് മജിസ്ട്രേറ്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ളത് ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. ഇത് 3മാണ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകൾ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരനെന്ന് നിർവചിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ് 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ. അടുത്ത മാത്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 91. ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 91. 72ാമത്തേതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 12. 72ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി 12. 73ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 35. അടുത്ത 74ാമത്തെ ചോദ്യം. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി.
വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും എന്നതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 70 മാർക്ക്. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 9 കിലോമീറ്റർ. 76ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 150. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ നേരെ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മകൻ. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, SVERKI. ഈ ഓർഡറിലാണ് വരുന്നത്. 70 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 20 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 12 സെക്കൻഡ്. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 5. അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. Fill in the blank suitably using the appropriate clause. She dashed the examination if she had studied well. Answer option B ആണ്, would have passed. She would have passed the examination if she had studied well. He has hardly any money dash question mark. Answer option A ആണ്, has he. He has hardly any money has he. Report the sentence properly. Have you met the principal? The teacher said to me. Answer option D ആണ്, the teacher asked me whether I had met the principal. Pick out the correct article and fill the sentence aptly. After dash year or two, the question can be reconsidered. Answer option B ആണ്, A. After a year or two, the question can be reconsidered. Complete the sentence using correct tense. The bell dash ring before I reached the school. Answer option C ആണ്, had rung. The bell had rung before I reached the school. Give the one-word substitute for a person who studies about the sun, the moon, stars and the universe. Answer option C ആണ്, astronomer. Fill in the blank with the opposite of the underlined word. Swalik looked cheerful whereas Sumin looked dash. Cheerful എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, gloomy. cheerfulന്റെ ഓപ്പോസിറ്റ് ആണ് gloomy. Which is the apt synonym for the word underlined? weak എന്നതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, feeble. അപ്പോൾ വീക്ക് എന്ന വേർഡിന്റെ സിനോണിം ആണ് ഫീബിൾ. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദി ബിസിനസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലോസ്. ഇഫ് യു ലോസ് മണി യു വിൽ ക്വിറ്റ് ദി ബിസിനസ്. പിക്ക് ഔട്ട് ദി കറക്റ്റ് സെന്റൻസ് വിത്ത് ദ റൈറ്റ് ഫ്രേസൽ വെർബ് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു അബാൻഡൺ സ്മോക്കിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, The doctor advised me to give up smoking. അപ്പൊ abandon എന്നതിന്റെ ഫ്രേസൽ വെർബാണ് give up. അടുത്ത മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. പിരിച്ചെഴുതുക. വെൺതിങ്കൾ. വെൺതിങ്കൾ പിരിച്ചെഴുതുന്നത് ഓപ്ഷൻ സി ആണ്, വെൾ അധികം തിങ്കൾ, വെൺതിങ്കൾ. അപ്പോൾ വെൺതിങ്കൾ എന്നത് പിരിച്ചെഴുതുന്നത് വെൾ അധികം തിങ്കളാണ്, വെൺതിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിണ്ടലം. തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെണ്മ. വെണ്മ എന്നതാണ് തദ്ധിതത്തിന് ഉദാഹരണം. വിപരീത പദം എഴുതുക. അഗ്രജൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അവരജൻ. ജലത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നളിനം. എന്നാൽ അമൃതം, സലിലം, വാരി ഇതെല്ലാം ജലത്തിന്റെ പര്യായങ്ങളാണ്. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം? ആൻസർ ഓപ്ഷൻ സി ആണ്, ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക.
ആൻസർ ഓപ്ഷൻ എ ആണ് ചൂഡാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിംഗ് ഫ്യൂൽ ടു ദി ഫയർ. ആൻസർ ഓപ്ഷൻ സി ആണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കവയിത്രി. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രതിവർഷം. ഈ 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഖാദി ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.